മുത്തശ്ശ, ഹരിയേട്ടനെ കണ്ടായിരുന്നോ? മോളെ, അവനെ നീ അങ്ങ് മറന്നേക്ക്. നമുക്ക് ആ ബന്ധം വേണ്ട. നീ ആ കുടുംബത്തിലേക്ക് പോകുന്നതിലും നല്ലത് ഇവിടെ ഞങ്ങളുടെ കൂടെ ഈ വീട്ടിൽ തന്നെ കഴിയുന്നതാ. ആ വീട്ടുകാരുമായിട്ടുള്ള ബന്ധമേ നമുക്ക് വേണ്ട. അത് ശരിയാവില്ല. തൊട്ടുപോകരുത് തന്നെ. നീ സത്യം പറയുന്നത് വരെ എനിക്ക് ഇങ്ങനെ ഒരു അനീതിയില്ല. ഈ കുടുംബവും ആ സരോജിനിയുടെ വർത്തമാനം കേട്ടപ്പോ മാനക്കേട് കൊണ്ട് മനുഷ്യന്റെ തൊലി ഉരിഞ്ഞു പോയില്ലെന്നേ ഉള്ളൂ. ഇങ്ങനൊരു അവഹേളനം ജീവിതത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോന്ന് തന്നെ സംശയമാണ്. വിമലയുടെ ഹരീന്ദ്രന്റെ വിവാഹം പിന്നൊരു ദിവസം നടത്താമെന്ന് അവര് തന്നെ പറഞ്ഞതല്ലേ. പിന്നെ എന്താ ഇപ്പൊ പ്രശ്നം? അതൊക്കെ വെറുതെ ഓരോന്ന് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാ. അവർക്ക് ഈ ബന്ധത്തിൽ ഒട്ടും താല്പര്യമില്ലമ്മേ. നമ്മുടെ കുടുംബത്തെ ഒന്നാകെ അടച്ചാക്ഷേപിച്ച സരോജിനിയും അവളുടെ വല്യേട്ടനും കൂടി ഞങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിച്ചത്. എല്ലാം സഹിച്ചു. എന്റെ മോൾ അവലക്ഷണം കെട്ടവളാണെന്ന് പറഞ്ഞപ്പോ ഒന്ന് കൊടുക്കാൻ തോന്നിയതാ. സുമംഗലയെ ഞാനാ സമാധാനിപ്പിച്ചത്. എന്ത് സമാധാനിപ്പിക്കാനാ? നിങ്ങൾ അവിടെ പോയത് കല്യാണത്തെ പറ്റി സംസാരിക്കാനാണോ, അതോ ആ കുടുംബത്തിൽ ചെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി ഞങ്ങളുടെ കല്യാണം മുടക്കാനോ? എനിക്ക് മനസ്സിലാവണില്ല. മോളെ, നിങ്ങൾ ഹരിയേട്ടനെ കണ്ടോ അവിടെ? ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഹരീന്ദ്രൻ എയർപോർട്ടിലേക്ക് പോയിരുന്നു. തെറ്റ്. ഹരിയേട്ടൻ അവിടുന്ന് പോവാൻ വേണ്ടിയായിരുന്നു നിങ്ങൾ അവിടെ എത്താൻ താമസിച്ചത്. എന്നാലല്ലേ ഞങ്ങളുടെ കല്യാണം നടത്താതിരിക്കാൻ പറ്റൂ? മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറയുന്നതാ സത്യം. എങ്ങനെയൊക്കെ എന്റെ വിവാഹം നടത്താതിരിക്കാമെന്ന ഇവിടെ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്തത് പറയണം നിങ്ങള്. ഞാൻ എങ്ങനെയെങ്കിലും ഒരു കെട്ടാച്ചെരക്കായി ഈ വീടിന്റെ ഒരു മൂലയ്ക്ക് കിടന്നാലല്ലേ നിങ്ങൾക്കൊക്കെ പ്രായമാകുമ്പോ പരിചരിക്കാനായിട്ട് കാശ് മുടക്കാതെ ഒരുത്തി കിട്ടൂ. എന്നാ കേട്ടോ നിങ്ങള്? നിങ്ങൾക്ക് വെച്ച് വിളമ്പി തരാൻ മാത്രം എന്നെ നാളേക്ക് വേണ്ടി ഇവിടെ കിടത്താനാ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഈ തിരിച്ചു വരുമ്പോ വിളമ്പി തരാൻ ഞാൻ ഉണ്ടാക്കിയ അത്താഴം കഴിക്കണ്ട. ആരും കഴിക്കണ്ട. നിങ്ങൾ ആരും എന്റെ കൈപുണ്യം ആരും കഴിക്കണ്ട. ഒന്നും അയ്യോ, ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.